ഹായ്. അപ്പോൾ എല്ലാവർക്കും ആദ്യം തന്നെ വിഷു ആശംസകൾ. ഇത് വിഷുവിൻ്റെ തലേദിവസവും വിഷുവിൻ്റെ അന്നും എടുത്ത കുറച്ച് വീഡിയോസ് എല്ലാം കൂടെ ഒന്നാക്കി ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേയൊന്നും എടുത്തിട്ടില്ല, കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഡാണാപ്പടിയിലുള്ള പ്രകൃതി ജൈവകലവറ എന്ന് പറയുന്ന ഷോപ്പിലാണ്. ഞങ്ങൾ ചെങ്ങന്നൂരും മാവേലിക്കരയ്ക്കും ഇടയ്ക്കാണ് ഞങ്ങളുടെ വീട്. അവിടുന്ന് ഇവിടെ വന്ന് സാധനം മേടിക്കുകയെന്ന് വെച്ചാൽ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടുത്തെ പച്ചക്കറികളാവട്ടെ, ഫ്രൂട്ട്സ് ആവട്ടെ, മറ്റുള്ള ഐറ്റംസ്, പച്ചക്കറി ഫ്രൂട്ട്സ് മാത്രമല്ല, മില്ലറ്റ്സ്, ഓട്സ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. പിക്കിൾസ് എല്ലാം ഉണ്ട്. എന്ത് ഐറ്റംസ് തന്നെ ആയാലും ഒന്നിലും മായം ചേർക്കത്തില്ല. ഇവരെല്ലാം ഓർഗാനിക്കായിട്ടുള്ള ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. അവർ പച്ചക്കറിയിൽ കീടനാശിനിയൊന്നും തളിക്കാതെ നല്ല ഓർഗാനിക്കായിട്ടുള്ള പച്ചക്കറികൾ കൊടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വന്ന് പച്ചക്കറിയെല്ലാം വാങ്ങിച്ചു. എല്ലാം നല്ല ഫ്രഷ് പച്ചക്കറി ആയിരുന്നു. അത് കണിവയ്ക്കാനെന്ന് പറഞ്ഞപ്പോൾ അവരൊരു കവറിനകത്താക്കി എല്ലാം കൂടെ ഇട്ട് തരികയായിരുന്നു. എല്ലാം ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല, സമയം ഭയങ്കര തിരക്കായിരുന്നു. അവിടെ കുറച്ച് വീഡിയോസ് എടുത്തിട്ടുള്ളൂ. അങ്ങനെ നമ്മുടെ കണിവയ്ക്കാനുള്ള ഐറ്റംസ് എല്ലാം നമ്മളിവിടുന്ന് വാങ്ങിച്ചു. നമ്മൾ വീട്ടിൽ പോയി. ഇതിപ്പം വിഷുവിൻ്റെ തലേദിവസം രാത്രി എല്ലാവരും കിടന്നു. അപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എടുക്കാൻ വിചാരിച്ചത്. നമ്മളെല്ലാം സെറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. രാവിലെ ആകുമ്പോൾ അമ്മ കുളിച്ച് വിളക്കത്തിച്ചോളും. അങ്ങനെ നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കൊന്നപ്പൂവൊക്കെ എന്ത് പാടുപെട്ടാൽ കിട്ടിയെന്നറിയാം. ഇപ്പം ഞങ്ങളുടെ ഇവിടെയൊക്കെ 3-4 തണ്ട് കൊന്നപ്പൂവിന് 30 രൂപയൊക്കെ വെച്ചാൽ പിള്ളേർ വാങ്ങിക്കുന്നത്. അത് അവർക്കൊരു രസം, അവർക്കൊരു വരുമാനമാകും. നമുക്ക് 30 രൂപ എന്ന് പറയുമ്പോൾ എല്ലാവരും വാങ്ങിക്കുമല്ലോ. ഇത് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ നമ്മുടെ അടുത്ത വീട്ടിൽ നിന്ന് എടുത്താൽ. അങ്ങനെ വിഷുവിന് രാവിലെ അമ്മ കുളിച്ച് വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. എന്ത് ഐശ്വര്യമാണല്ലേ നമ്മുടെ കൃഷ്ണനെ കാണാൻ. നമുക്ക് കൃഷ്ണൻ്റെ വിഗ്രഹമില്ല കേട്ടോ, ഫോട്ടോ മാത്രമേ ഉള്ളൂ. എങ്കിലും ഇനി ഒരിക്കൽ കൃഷ്ണൻ്റെ വിഗ്രഹം മേടിച്ച് കൃഷ്ണനെയൊക്കെ ഒന്ന് വാങ്ങിച്ച് സെറ്റാക്കണം എന്നൊരാഗ്രഹമുണ്ട്. ഇതാണ് നമ്മുടെ അപ്പുവാണ്, പെരിങ്ങിലപ്പുറം അപ്പു. രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി കേട്ടോ. ആരും വന്നില്ല. എല്ലാവരും ഹസ്ബൻഡ് എഴുന്നേറ്റിട്ടുണ്ട്, മക്കളാരും എഴുന്നേറ്റിട്ടില്ല. അവരൊക്കെ എഴുന്നേറ്റുമ്പോഴത്തേക്ക് ഒത്തിരി ലേറ്റാണ്. അങ്ങനെ ഞാൻ അമ്പലത്തിലെത്തി. അപ്പോഴാണ് ഒരു പയ്യൻ വന്നിട്ട് ചേച്ചി വിഷുക്കൈ നീട്ടമെന്ന് പറഞ്ഞ് വന്നിട്ട് പോയി. നമ്മുടെ മുത്തൂറ്റിൻ്റെ അവരുടെ പരസ്യമാകും, നമുക്ക് വിഷുക്കൈ നീട്ടമാകും. കുറേ ഉണ്ടായിരുന്നു കേട്ടോ, അവരെല്ലാവർക്കും കൊടുത്തു. കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എനിക്കും കിട്ടി അവരുടെ വക കൈനീട്ടം. അങ്ങനെ നമ്മുടെ വിഷുവിൻ്റെ വീഡിയോസൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഓക്കെ, ടാറ്റാ, ബൈ.